നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ വർത്തമാനം പ്രതിവാരം മലയാളം പോഡ്കാസ്റ്റിൽ ശശി തരൂർ എം പി പറഞ്ഞതായ വാർത്ത വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഒരു പ്രധാന നേതാവിന്റെ അഭാവം കേരളത്തിലുണ്ട് എന്ന് തരൂർ പറഞ്ഞതായാണ് വിവിധ മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. പോഡ്കാസ്റ്റ് കേൾക്കാതെയാണ് പലരും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതെന്ന് തരൂർ പ്രതികരിക്കുകയും ചെയ്തു. തന്റെ അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസ് വളച്ചൊടിച്ചുവെന്നും തന്നെ അപമാനിച്ചുവെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. നാളെ കോൺഗ്രസ് നേതൃയോഗം ചേരാനിരിക്കെയാണ് തരൂരിന്റെ വിശദീകരണ കുറിപ്പ്. പോഡ്കാസ്റ്റ് പുറത്തു വന്നതോടെ കാര്യങ്ങൾ വ്യക്തമായെന്നും തരൂർ കുറിപ്പിൽ പറഞ്ഞു. ഒരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശമില്ല. താൻ പറയാത്ത കാര്യം തലക്കെട്ടാക്കി അപമാനിച്ചെന്നും വേട്ടയാടിയെന്നും തരൂർ ആരോപിച്ചു. എങ്ങനെ വാർത്ത വളച്ചൊടിക്കാം എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണിതെന്ന് എക്സ് പോസ്റ്റിൽ ശശി തരൂർ ആരോപിച്ചു. ഇതിന് പത്രം ഇതുവരെ മാപ്പ് പറഞ്ഞില്ലെന്നും തരൂർ ആരോപിച്ചു. സാഹിത്യത്തിൽ സമയം ചെലവഴിക്കാൻ വേറെയും വഴികളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് രാഷ്ട്രീയത്തിൽ ഞാൻ മറ്റു വഴികൾ തേടുന്നുവെന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ തലക്കെട്ട് നൽകി. പതിവ് പോലെ മറ്റു മാധ്യമങ്ങളും ഈ തലക്കെട്ടിന് പിന്നാലെ പോയി. രാഷ്ട്രീയ നേതൃത്വവും ഇതിനനുസരിച്ച് പ്രതികരണങ്ങൾ നടത്തി. പിന്നീടുണ്ടായ കോലാഹലങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ മാത്രമായെന്നും തരൂർ പറയുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞതായ വാർത്തയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ കേരളത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരില്ല എന്ന തോന്നൽ പലർക്കുമുണ്ടെന്നാണ് തരൂർ സൂചിപ്പിച്ചതെന്ന് തരൂർ പറയുന്നു. വാർത്ത സൃഷ്ടിക്കാനും പോഡ്കാസ്റ്റിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയും ചെയ്ത കാര്യങ്ങൾ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും തരൂർ കുറിച്ചു. AICC വിളിച്ച നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ശശി തരൂർ എം പി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പറയാനുള്ളത് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞതാണെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും തരൂർ ഡൽഹിയിൽ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഖേദപ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാസം 23-നാണ് പത്രം തിരുത്തു നൽകിയത്. കേരളത്തിലെ കോൺഗ്രസിൽ നേതാവിൻ്റെ അഭാവം ഉള്ളതായി നിരവധി പ്രവർത്തകർക്ക് തോന്നുന്നു. തരൂരിനെ ഉദ്ധരിച്ച് ആദ്യം വന്ന വാർത്ത ഇങ്ങനെയാണ്. എന്നാൽ തരൂരിൻ്റെ മലയാളത്തിലെ പരാമർശം തെറ്റായി വിവർത്തനം ചെയ്തതാണെന്നാണ് പത്രത്തിൻ്റെ വിശദീകരണം. യഥാർത്ഥത്തിൽ തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയല്ല. ഒന്നാം കാര്യം. രണ്ടാമത്, ആ സംഘടനയ്ക്ക് എത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി ചോദിക്കണം കോൺഗ്രസ്സുകാർ. പല നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന് പലർക്കും തോന്നാറുണ്ട്. അതായത് തരൂർ പറഞ്ഞതിൻ്റെ നേർവിപരീതമായാണ് വാർത്ത വന്നത്. അതുണ്ടാക്കിയ പൊല്ലാപ്പും ചെറുതല്ല. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സംസ്ഥാനത്ത് പ്രതിപക്ഷത്തെ ഘടകകക്ഷികളും തൃപ്തരല്ലെന്നും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നും ശശി തരൂർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്കുണ്ടെന്നും കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും തനിക്ക് ലഭിച്ചെന്നും തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു. സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്നതിനാലാണ് 4 തവണ MP ആയതെന്നും തരൂർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന പ്രതിഷേധ വേദിയിലെത്തി ശശി തരൂർ പിന്തുണ അറിയിച്ചിരുന്നു. ആശാവർക്കർമാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അദ്ദേഹം സമരത്തിന് പിന്തുണയും അറിയിച്ചു. ആശമാരുടെ പ്രവർത്തനം ജനം നേരിട്ട് അനുഭവിച്ചറിയുന്നതാണെന്നും നിലവിൽ നൽകുന്ന ഓണറേറിയം കുറവാണെന്നും അത് വർദ്ധിപ്പിക്കണമെന്നും തരൂർ ആവശ്യപ്പെടുകയും ചെയ്തു. ആശാ വർക്കർമാരുടെ ആവശ്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരക്കാരുടെ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓണറേറിയം 2 ഇരട്ടിയെങ്കിലും കൂട്ടിത്തരട്ടെ. സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്ര സംസ്ഥാനത്തെയും കുറ്റം പറയുകയാണ്. തർക്കം മാറ്റി ജനങ്ങളെ കേൾക്കാൻ സർക്കാരിനോട് പറയും. താൻ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്തല്ലെന്നും പ്രതിഷേധക്കാരുടെ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.